പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാർന്ന് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്തായ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാമ്പുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പങ്ക്തിയിൽ, അതായത് അവർ ഡെയിലി ബ്രെഡ്, അതിന് വേണ്ട ആഹാരം, നമുക്കറിയാം വചനമാണ് ആഹാരമെന്നറിയാം. കൃപാസനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ പാചകം ചെയ്യും. വചനം ഒരു റോ റൈസാണെന്ന് വിചാരിച്ചു, ഒരു അരിയാണ്. വചനം വിത്തെന്ന് പറഞ്ഞാലും അരിയെന്ന് പറഞ്ഞാലും റോയാണത്. അതിനെന്താ ചെയ്യണത്? അതിനെ നമ്മൾ വേവിച്ച് ചോറാക്കി അതിൻ്റെ കൂടെ കറിയൊക്കെ ചേർത്ത് വിളമ്പുമ്പോഴാണത് രുചികരമായ ആഹാരമായിട്ട് മാറുകയും അത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വചനത്തിൻ്റെ ഒരു പാചകവിധിയാണ് നമ്മൾ പലപ്പോഴും ഡെയിലി ബ്രെഡിൽ കാണുന്നത്. ഇപ്പോൾ ഡെയിലി ബ്രെഡല്ലേ ഇത്, അതുകൊണ്ട് ആഹാരം. അപ്പം അരി അങ്ങനെ തന്നെ തിന്നാൻ പറ്റത്തില്ലല്ലോ, അത് ആഹാരമാകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് വചനത്തെ ബോയിൽ ചെയ്ത് തിന്നാവുന്ന പരുവത്തിലാക്കും. അതെല്ലാവർക്കും തിന്നാം. ഇപ്പം PhD ഡോക്ടറും സയൻറ്റിസ്റ്റും ചോറ് തിന്നാൻ പറ്റും. അതുപോലെ തന്നെ വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവർക്കും ചോറ് ആഹാരമാകും. അപ്പം അത് ആ രീതിയിലാണ് വചനത്തെ. ചോറ് എല്ലാവർക്കും പ്രാപ്യമല്ല, എല്ലാവർക്കും ദഹിക്കുന്നതാണ്, എല്ലാവർക്കും ആരോഗ്യപ്രദമാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ള ശാസ്ത്രീയ വിഷയത്തെയൊക്കെ വിട്. നമ്മളൊരു അന്നു വേണ്ട ആഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൻ്റെ വചന വ്യാഖ്യാന വരങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത് അനുദിന മനുഷ്യന്മാരുടെ ജീവിതത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യണത്. ഒരു പ്രബുദ്ധ സദസ്സിൽ അക്കാഡമിക് സൊസൈറ്റിയിലേക്കല്ല അത് കൊടുക്കണത്. അക്കാഡമിഷ്യൻസൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അത്രയ്ക്ക് ദഹിക്കത്തില്ല. കാര്യം അവർ സാങ്കേതിക ശാസ്ത്രപ്രകാരമാണ് വചനത്തെ അനലൈസ് ചെയ്യണത്. പക്ഷേ സാധാരണ മനുഷ്യന് അതിൻ്റെ ഒരാവശ്യമില്ല. ശരിക്കും സാധാരണ മനുഷ്യന് അവൻ്റെ ജീവിതത്തോട് ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, വചനം പ്രതികരിക്കുന്നു. അതാണ് എൻ്റെ പ്രസംഗമൊക്കെ ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫായിരുന്നു. പ്രസംഗം കഴിയുമ്പോൾ ആൾക്കാർ പറയും ഒന്നും മനസ്സിലായില്ല അച്ഛാന്ന് പറയും. കാര്യം അത് ഈ പൗലോസ് അപ്പോസ്തലൻ്റെ പൊട്ടിപ്പോയ പ്രസംഗം പോലെ നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ട് അത് തോൽവിയായിപ്പോയില്ലേ, അതുപോലെ ലോകതോൽവിയായിരുന്നു ശരിക്കും. അവസാനം ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് നിന്നെ കേൾക്കാമെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് പൗലോസിനോട്. അപ്പോൾ ഒരു ഫ്രൂട്ട്സും ഇല്ല, മാനസാന്തരവും ഇല്ല. പൗലോസിന് ഭയങ്കര സങ്കടമായി. ആദ്യം പൗലോസ് പറഞ്ഞത് സാങ്കേതികമായിട്ടും സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടും കൂടി സംസാരിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:23 ഞാൻ ഇതിലെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവന് എന്നെഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചിട്ട് അജ്ഞാത ദേവൻ ക്രിസ്തുവാണെന്ന് ലോജിക്കലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ക്രിസ്തുവിനെ ഒരു റാഷണലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. കാര്യം ഏതൻസിലെ ജനങ്ങളെന്ന് പറയുന്നത് എപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്.
അപ്പോസ്തല പ്രവർത്തനം 17:21. എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സൊസൈറ്റിയാണ്. പുതിയ പുതിയ ആൾക്കാർ വന്ന് അവർക്കൊരു ആശയങ്ങൾ വരുമ്പോൾ അത് വന്ന് പബ്ലിക്കായിട്ട് ഇത് പറയും. ഒരു പീഠമുണ്ട്. അവിടെ പ്രസംഗിക്കാൻ പൗലോസിന് ചാൻസ് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഈ വിഷയം വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താണ് ഈ വിഷയം പറയണത്. അദ്ദേഹം അവരുടെ കവികളുടെയൊക്കെ സാഹിത്യ പുസ്തകങ്ങളൊക്കെ വായിച്ച് കർത്താവിനെ അവതരിപ്പിക്കാൻ വേണ്ടി. അതാണ് പുള്ളി പറയുന്നത്, നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:28. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു, നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വയലാറും വയൽക്കുറിപ്പും ഒക്കെ നമ്മുടെ കത്താറുകൾ കോട്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ തന്നെ ഒരു പൗളിയൻ വെർഷനാണത്. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അവസാനം പുള്ളി പ്രഭാഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര കണ്ണീരാകും. കർത്താവേ, ഞാൻ എന്ത് സംസ്കാരവും വൈജ്ഞാനികവും പ്രബോധനപരമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നിന്നെ അങ്ങോട്ട് കൈമാറാൻ പറ്റണില്ലല്ലോ എന്ന് ഈ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിടും. അപ്പോൾ പരിശുദ്ധാത്മ പറയും, നീ നിൻ്റെ വൈജ്ഞാനിക പ്രബുദ്ധത ജനങ്ങളുടെ മേൽ വിളമ്പുന്നതിന് പകരം എന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ കറക്റ്റ് കാര്യം പറയും. പൗലോസ് പിന്നെ പറയാൻ പറയുന്നത് വെച്ചാൽ ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു. കണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നത് സാഹിത്യവും സംസ്കാരവും പാണ്ഡിത്യവും ഒന്നുമല്ല, തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അതാണ് അവിടെയാണ് പൗലോസ് ലാൻഡ് ചെയ്യേണ്ടത്. കറക്റ്റ് വന്ന് പ്രഭാഷണങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ലോകത്തോട് ക്രിസ്തുവിലൂടെ ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് പറയേണ്ടത്. അല്ല വല്ലതും എഴുതി ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന് ആൾക്കാരെ ഛർദ്ദിക്കേണ്ട ഒരു കഥയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പാടി നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ പാടി നടന്നവന്മാരുടെ സാഹിത്യത്തിന് നമ്മളിങ്ങനെ ഓശാന പാടുകയും ഫാൻ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് വി മസ്റ്റ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല പ്രശ്നം. ദൈവത്തിൻ്റെ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പൗലോസ് പ്ലേറ്റ് മറച്ചു വെച്ച് എന്താ പറയണത്, 1 കൊരിന്ത്യർ 1:22-23. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷി ലാൻഡ് ചെയ്യണ കണ്ടില്ലേ താഴേക്ക്, യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. എന്നുള്ള കാരണം അതുകൊണ്ട് വൈജ്ഞാനികമായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കാവുന്നതാണ് പൗലോസ് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കവികളും അൺനോൺ ഗോഡ് എന്ന് പറയണത്. വളരെ വൈജ്ഞാനികമായിട്ട് അവതരിപ്പിക്കണത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ കാര്യം, അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അറിവുണ്ടോ, ഞാൻ പ്രബുദ്ധനാണോ, എനിക്ക് സാഹിത്യം അറിയാമോ, പാട്ടറിയാമോ എന്നൊന്നും അല്ല പ്രശ്നം. എൻ്റെ കയ്യിലുള്ള ഈ ചരക്ക് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റിയതാണോ, അതാണ് വിഷയം. സഭയുടെ പ്രഭാഷകന്മാർക്ക് ചിലർക്കെങ്കിലും പറ്റുന്ന ഒരബദ്ധ, അവരുടെ പ്രഭാഷണത്തിലെ കണ്ടൻറ്റിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റണില്ല. അത് അതുകൊണ്ട് എന്താണ്, ക്രിസ്തുവിലെ ഇതിനെ ജനം തിരിച്ചറിയുകയോ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കാൻ തയ്യാറാകുകയില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കാര്യങ്ങൾ മനസ്സിലാക്കി, അപകടം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യം ചിലക്കത് പോഷത്വമായിട്ട് തോന്നും. നമ്മൾ പറയുന്ന കാര്യം ചിലർക്ക് ഇടർച്ചയായിട്ട് തോന്നും. ഈ അച്ഛൻ്റെക്ക് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ നമ്മൾ പറയുന്ന കാര്യം. പക്ഷേ എന്താ, ചിലപ്പോൾ ചിലർക്ക് പോഷത്വവും ചിലർക്ക് ഇടർച്ചയായി പോകുന്നു. പക്ഷേ എന്താണ്, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ മാറാൻ പാടില്ല. കാര്യം നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. അപ്പോൾ പ്രമേയം എന്ന് പറയണത്, നമ്മൾ എന്താണ് നാടകത്തിൽ ഒരു പ്രോംഡർ, അതായത് നമ്മൾ നാടകം നടത്തുമ്പോൾ ചില സമയത്ത് ആ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പ്രോംപ്റ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് ഈ കഥാപാത്രം പറയേണ്ടത്. അവിടെ നമ്മൾ കഥാപാത്രം മാത്രമാണ്.
എന്താണ് ബാക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരണത്, സഭ എന്ത് പഠിപ്പിക്കുന്നു, അതാണ് ഇയാൾ പറയേണ്ടത്. അല്ലാതെ അവിടെ ഒന്ന് നോക്കി ഒന്ന് പഠിപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സഭയുടെ പഠനമായിരിക്കത്തില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കത്തില്ല. പ്രബോധന അധികാരം സഭയ്ക്കാണ് കൊടുത്തിരിക്കണേ. എപ്പോഴും നമ്മൾ സഭയുടെ പഠനങ്ങളുടെ സൈഡിൽ ലൈൻ ഓഫ് തോട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മൾ സാഹിത്യകാരനാണ്, കവിയാണെന്നൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, നമ്മൾ എന്ത് ചെയ്താലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയണതാണ് ദൈവത്തിൻ്റെ കണ്ടൻ്റ് എന്ന് പറയണത്. ദൈവം ലോകത്ത് നൽകുന്ന രക്ഷാകരമായ കണ്ടൻറ്റ്, റിഡംപ്റ്റീവ് കണ്ടൻ്റ് എന്ന് പറയണത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊരാളോട് ക്ഷമിക്കണത്, നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് നിന്നോട് ക്ഷമിക്കണത്, അല്ലേ? ഞാൻ ഈ സാധനം വേണ്ടെന്ന് വെക്കണത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് ഞാൻ വേണ്ടെന്ന് വെക്കണത്. കാര്യം അതുകൊണ്ടാണ് ഈശോനെ പ്രതി എന്ന് പറഞ്ഞത്, എന്നെ പ്രതി. അപ്പോൾ ഈശോനെ പ്രതി നമുക്ക് അടുത്ത ദിവസം ഇതിനേക്കാൾ ബെസ്റ്റായിട്ട് ഇത് കാണാം. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതും ഈ ക്രിസ്തുവിനെ പ്രതിയാണ് ഈ നമ്മളെ. എനിക്ക് വലിയ മുമ്പത്തോളം വിശ്വാസം തോന്നണില്ല, മുമ്പത്തോളം പ്രാർത്ഥിക്കാൻ വരുന്നില്ല, പ്രാർത്ഥന വരുമ്പോൾ എനിക്ക് ഉറക്കം വരണേ, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്ക്രപ്സിയായി. നമ്മുടെ സ്റ്റോക്ക് തീർന്നതിൻ്റെ അർത്ഥം. ഇപ്പം ഗ്യാസ് തീരത്തില്ലേ, വിളക്ക് കത്താൻ നേരത്ത് ഇങ്ങനെ പെട്ടെന്ന് കത്തണ പോലെ ഗ്യാസ് ഇപ്പോൾ തീരണത് ഭയങ്കര പേടിയ ആൾക്കാർക്ക്. ഇപ്പോൾ ഗ്യാസ് തീർന്നാൽ പിന്നെ ഉടനെ ഗ്യാസ് കിട്ടത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ദിവസം അരമണിക്കൂർ കാത്തിരുന്ന് ചായക്ക് ഗ്യാസ് തീർന്നു പോയി. അപ്പം അതുപോലെ ഗ്യാസ് തീരണ ഒരു കാലത്ത് ഇതുപോലെ ചില സമയം നമ്മുടെ ആത്മീയ ഗ്യാസും തീർന്നു പോകും, കൃപ തീർന്നു പോകും. അപ്പോൾ നമുക്ക് കോട്ടവായിടും, പള്ളിയിൽ നിന്ന് ഉറങ്ങും, അവന് പള്ളിയിൽ പോകാൻ തോന്നത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ചേരത്തില്ല, കുർബാനയ്ക്ക് പോകത്തില്ല, അങ്ങനെ കേസ് തീർന്നു. അങ്ങനെ വന്നാൽ പിന്നെ ഈ ബാങ്ക്രപ്സി ആയി, വിശ്വാസം ബാങ്ക്രപ്സി ആയാൽ അതിനെ അതിജീവിക്കുന്നത് എല്ലാം ഈ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. നമ്മൾക്ക് ഒന്നും തുടങ്ങേണ്ടി വരും. പക്ഷെ ഒന്നും തുടങ്ങിയാലും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് 9 ദിവസത്തെ വളർച്ച ഉണ്ടാക്കാം. എങ്ങനെയാണത്? എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇപ്പം നിങ്ങൾ ക്ഷമിക്കണതും, ഒരാളെ സഹായിക്കണതും, ഒരാളുടെ കൂടെ തുണയാത്ര പോണതും, ഒരാൾക്ക് പഠന സഹായം ചെയ്തു കൊടുക്കുന്നതും എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആയിരിക്കണം. അപ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഭയങ്കരമായ ഇൻകമാണ്, വരുമാനം. നമുക്ക് നാളെ അത് നല്ലതായിട്ട് കാണാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ചെയ്യുക. ഇന്നത്തെ ദിവസം ഭാസുരമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.